പഴയ കാലത്തെ ഓർമ്മകളും പണ്ട് കാലത്തൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണ രീതിയൊക്കെ വെച്ചിട്ടാണ് നാടൻ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ നമ്മളെ ഈ ഒരു ചാനലിൽ നമ്മൾ ഇടുന്നത്. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും അല്ല. അപ്പോൾ എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നേരത്തെയൊക്കെ ഒത്തിരിയും പേര് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്തെ ഓർമ്മകളൊക്കെ നമ്മളെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഓർമ്മകളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഒരുപാട് പേര് പറയുമായിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് അഗസ്തിപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാടൻ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഈ ഒരു പൂവിന് നിങ്ങൾ അവിടെയൊക്കെ എന്ത് പേരാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഇന്നിപ്പോൾ രാവിലെ തന്നെ കാപ്പിക്ക് വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പത്തിന് വേണ്ടിയിട്ട് കറിക്ക് ഇന്ന് ചമ്മന്തിക്കറിയാണ്. അപ്പോൾ ചമ്മന്തിക്കറിക്ക് നേരത്തെ നമ്മൾ അരച്ചെടുക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മളെ സ്നേഹം അറിയിക്കുവാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നെയാണ് കേട്ടോ ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആദ്യം കറി ഉണ്ടാക്കി നമ്മൾ അതൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ജോലി തീർക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് കാപ്പി ഉണ്ടാക്കി അത് മാറ്റി വെച്ചിട്ട് രണ്ടാമത് പിന്നെ പോയി നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒത്തിരി സമയം അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ചമ്മന്തി കറിക്ക് വേണ്ടിയിട്ടുള്ള കടുകും കറിവേപ്പിലയും വറ്റലും മുളകും ചെറിയുള്ളിയൊക്കെ നല്ല രീതിക്ക് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചമ്മന്തി കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വറ്റലും മുളകും കല്ലുപ്പും വെച്ചരച്ച സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇനിയിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പെല്ലാം നോക്കിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ രീതിയിലൊരു ചൂടായിട്ട് വരുമല്ലോ, ആ ഒരു ചൂട് വരുമ്പോഴത്തേക്ക് അടുപ്പിൽ നിന്ന് തന്നെ നമ്മളങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പിരിഞ്ഞ മാതിരി വരുമല്ലോ, അല്ല പാലൊക്കെ പിരിഞ്ഞ് കിട്ടൂലേ. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ചമ്മന്തിയൊക്കെ വെച്ചിട്ട് അടുപ്പിൽ കിടന്നങ്ങ് തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അപ്പത്തിനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ കഴിക്കാനായിട്ട് തോന്നത്തില്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചമ്മന്തിക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുതിയതായിട്ടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഒത്തിരി പേര് കമൻ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ചാനൽ ഞാൻ കാണാറുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഇതിലുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എന്തായാലും നിങ്ങൾക്കുള്ള വീഡിയോസൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യും കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസം കാര്യങ്ങളൊക്കെ എനിക്കുണ്ടെന്ന് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തേക്കുള്ള ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെയാണല്ലോ നിങ്ങളും ഒരു ചാനൽ തുടങ്ങി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ഇനിയും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങാനായിട്ടൊക്കെ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ദോഷമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളിതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു കാര്യങ്ങൾ എനിക്ക് എന്തായാലും പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ പേര് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചുട്ട് അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് പിന്നെ ചമ്മന്തിക്കറി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ചായയല്ല കേട്ടോ, കട്ടൻ ചായയാണ്. രാത്രിയിൽ മോൻ വന്നപ്പോൾ 10:30 മണിയായിരുന്നു പമ്പിൽ നിന്ന് വന്നപ്പോഴത്തേക്ക്. അതുകൊണ്ട് നമുക്ക് പാല് മേടിക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കട്ടൻ ചായയും നമുക്ക് അപ്പം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ കുറച്ച് അഗസ്തിപ്പൂ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനിപ്പോൾ ഒന്ന് തോരൻ വെക്കണം. കല്ല് നമ്മൾ എപ്പോഴും കഴുകി യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് അഴുക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു കൊഞ്ച് തോരൻ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേര് കഴിച്ചവരും കഴിക്കാത്തവരും ഒക്കെ ആയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ആ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിട്ടു പോകരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ആ ഒരു കൊഞ്ച് തോരൻ മാത്രം മതി. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ രീതിയൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഈ ഒരു ചാനലിൽ ഇടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് പേരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ മാത്രമാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഴയ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ വെച്ചിട്ട് മാത്രം നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് ചിലരൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടണമല്ലോ. അപ്പോൾ നമുക്കത് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ തോരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജീരകം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്നലെ നമ്മൾ കൊഞ്ച് തോരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പെരുംജീരകമാണ് ചേർത്തത്. ഇന്നിപ്പോൾ നമ്മൾ നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴുകി ഇനിയിപ്പോൾ എടുക്കാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ പൂവ് തോരൻ വയ്ക്കുമ്പോൾ അതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കല്ലിൽ വെച്ച് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ തേങ്ങാപ്പാലും ഇതൊക്കെ മൊത്തത്തിൽ ചേരുവ പറ്റി പിടിച്ചിരിക്കുവാണല്ലോ. അപ്പോൾ അതൊക്കെ ഇനി തിരിച്ചെടുക്കാനായിട്ടുണ്ട്. പിന്നെ പൂവ് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇന്നും നമ്മൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ കടുക് വറുത്തിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചട്ടിയിൽ. എപ്പോഴും എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ എടുക്കുന്നത് ഈ ഒരു മൺചട്ടിയാണ്. അപ്പോൾ നമ്മൾ തോരത്തിന് വേണ്ടിയിട്ട് കടുക് വറക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നേരത്തെ ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പ് കൂട്ട് മാത്രമല്ല ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ തോരത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൂവിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നല്ല രീതിക്ക് തന്നെ ഇത് നമ്മൾ അടച്ച് വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഈ പൂവെന്ന് തന്നെ അത്യാവശ്യം ഇതിന്ന് കുറച്ച് വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നേരത്തെ നമ്മൾ കല്ലുപ്പ് വെച്ച് അരച്ചെടുത്തതിനെ കൊണ്ട് കറിവേപ്പില വെച്ചപ്പോൾ കല്ലുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ഇതിനൊന്ന് തട്ടിപ്പൊത്തിയൊക്കെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ഇപ്പം തന്നെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു പൂവിൽ അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്തപ്പോഴത്തേക്ക് ഇത്തിരി പൂല അരപ്പിൻ്റെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ടുള്ളത്. പിന്നെ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ പുളിമുളകും വെക്കുന്നതിൻ്റെ ഒത്തിരി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുമില്ല. ഒത്തിരി ലെങ്തായി പോയി കഴിഞ്ഞാൽ പിന്നെ കാണാനും കണ്ടിരിക്കാനൊക്കെ ചെറിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം നോക്കണമല്ലോ. അപ്പോൾ ചെറിയ രീതിയിൽ തീ കുറച്ചിട്ടിട്ടാണ് ഞാൻ ഇതിനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇതൊന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അഗസ്തിപ്പൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വായിൽ നമുക്ക് ചെറിയ രീതിയിൽ ഈ ചൂട് കൊണ്ടൊക്കെ വരുന്ന സമയത്തൊക്കെ ചെറിയ പൊള്ളൽ പോലെയൊക്കെ ചെറിയ കുരുക്കളൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പൂവ് തോരൻ വെച്ച് കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മെഴുക്ക് വരട്ടി. പിന്നെ ഈ ഒരു പൂവ് 2-3 പൂവൊക്കെ എടുത്തിട്ട് ചെറിയ രീതിയിൽ എണ്ണ കാച്ചിട്ടൊക്കെ ആ ഒരു പൊള്ളലുള്ള ഭാഗത്തൊക്കെ തൊട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുരുക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുമേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു അഗസ്തിപ്പൂ നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോഴും ഇതുപോലുള്ള അഗസ്തിപ്പൂക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൂട് സമയം അല്ല, എപ്പോഴും കിട്ടുവാണെങ്കിലും അഗസ്തിപ്പൂ കളയാതെ എടുത്ത് കഴിക്കാനായിട്ടൊക്കെ നോക്കണം. ഏറ്റവും നല്ല ഗുണമുള്ളൊരു സാധനമാണ്. ഒട്ടും വിഷത്തിൻ്റെ അംശങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ മാറ്റി തീയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തുറുതുറാ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഗസ്തിപ്പൂ തോര ഇവിടെ റെഡിയാക്കി വെച്ച്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അഗസ്തിപ്പൂവിൻ്റെ ഉള്ളിലിരിക്കുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു കല്ലിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ആരോ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു കല്ല് മേടിച്ചത്. അപ്പോൾ കരിമ്പാറയുടെ കല്ല് തിരക്കി നടന്നതിന് ശേഷമാണ് നമുക്ക് കിട്ടിയത് തന്നെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ കല്ല് മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം കുറച്ച് നല്ലെണ്ണ പുരട്ടി ഇടയ്ക്കിടയ്ക്ക് നല്ലെണ്ണ പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലങ്ങ് കറുത്ത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളക്കല്ലും ഉണ്ട്. വെള്ളക്കല്ല് മേടിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് കറുത്ത കല്ലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾ അഗസ്തിപ്പൂവിൻ്റെ ഉള്ളിലുള്ള ചെറിയ നാരും വേസ്റ്റും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കല്ല് നേരത്തെ തന്നെ കഴുകി അതെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് ഞാനിവിടെ ഉറവൊഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പാക്കറ്റ് തൈര് വാങ്ങുന്നതിനെക്കാട്ടി നമ്മളിത്തിരി പാല് വാങ്ങിച്ചിട്ട് കാച്ചി ഉറവൊഴിച്ചൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നമ്മളെ ആവശ്യത്തിന് നമുക്ക് നല്ല തൈര് എടുക്കാനായിട്ട് പറ്റുമല്ലോ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മോര് കറി വെച്ച് കഴിക്കുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇപ്പം നമ്മൾ തേങ്ങ അരയ്ക്കാത്ത മീൻ കറിയൊക്കെ വെക്കുമല്ലോ, പുളിമുളകും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതേപോലെ നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ട് ഇതിൽ നമ്മൾ കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്തിരി കട്ടിയായിട്ടിരിക്കുമല്ലേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നീരൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കും. മാറ്റി വെച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് എടുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു പ്രത്യേകിച്ച് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയൊക്കെ നല്ല ഒരു മണം കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ചൂട് സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ മോര് പോലെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെ നമ്മൾ കഴിക്കുമല്ലോ. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് വെള്ളം ചേർത്തിട്ടില്ല. ചോറിൻ്റെ കൂടെയൊക്കെ കറക്റ്റ് പാകത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കുറച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ 1 കവർ പാല് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഉറ ഒഴിച്ച് വെച്ചാൽ നമുക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തൈര് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ.
പിന്നെ ഇന്നലെ വെച്ചതിലുള്ള ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതിനെ ഞാനിപ്പോൾ തിളപ്പിച്ച് അതിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മീൻ കറി, മോര് കറി, പിന്നെ അഗസ്തിപ്പൂ തോരൻ വെച്ചത്, അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു കവർ പാൽ ഞാൻ ചൂടാക്കി എടുത്തത്. പിന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു കുഞ്ഞു മൺകലമാണ് കേട്ടോ. ഈ ഒരു മൺകലത്തിൽ വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഇല്ല. അപ്പം നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരുന്ന പാൽ നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഈ ഒരു കുഞ്ഞു കലത്തിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന മൺകലത്തിൽ നമ്മൾ തൈര് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ നേരത്തെ നമ്മൾ ഒഴിച്ചിട്ട് ഞാനിവിടെ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതിനെ കൊണ്ടാണ് ഈ ഒരു ടിന്നിനകത്ത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ബാലൻസ് ഇരുന്ന തൈര് ഞാൻ ഇന്നിപ്പോൾ എടുത്ത് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു മണവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തൈരിന്. പിന്നെ ഒരു വാഴയില എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ സൈഡൊന്ന് മൂടി കെട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാത്രം വെച്ചിട്ട് നമ്മളത് മൂടി കൊടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇതുപോലെ ഒരു വാഴയിലയുടെ ചെറിയൊരു കുഞ്ഞ് തുമ്പല എടുത്തതിന് ശേഷം നല്ലതുപോലെ വാട്ടി എടുത്തിട്ട് വാഴനാര് കൊണ്ട് തന്നെ ഇതിനെ ഒന്ന് സൈഡൊന്ന് മൂടി കെട്ടിയൊക്കെ വെക്കുകയാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു തൈര് എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്തായാലും വീഡിയോയിൽ കാണിക്കും. അപ്പോൾ നമ്മളെ വീട്ടിൽ സാധാരണ രീതിയിൽ ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഇന്നിപ്പോൾ ചെറിയ ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കൂട്ടുകാരിലേക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്.